ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് എക്സസൈസ് 7.5 ആണ്. +2 മാത്സിലെ ഇൻറ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 5ാമത്തെ എക്സസൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് 11 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്കി എക്സസൈസൊക്കെ മുൻപ് വീഡിയോസിൽ +1 തൊട്ടിട്ടുള്ള എക്സസൈസുകൾ വീഡിയോസാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചാനലിനകത്ത്. പ്ലേലിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബ്ലോഗിൽ കയറി കഴിഞ്ഞാലും എന്താണ് +1ൻ്റെ വീഡിയോസ് സെപ്പറേറ്റ് ആയി, അതുപോലെ +2 മാത്സിൻ്റെ വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ടും നമുക്ക് കിട്ടും. ഓരോ ചാപ്റ്റർ വൈസ് കറക്റ്റ് ഓർഡറിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. ആവശ്യമുള്ള ആളുകൾക്ക് പോയിട്ട് കാണാവുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് തപ്പി പിടിക്കേണ്ടി വരും. അവിടെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഓർഡറിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ആ ലിങ്ക് നമ്മുടെ ചാനലിലെ അബൌട്ടിൽ കിടക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് പോയിട്ട് കാണാവുന്നതാണ്. സോ നമുക്ക് എന്താണ് 12ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് x³ + x+1 / x² - 1 ആണ് വരുന്നത്. അപ്പോൾ ഇതെന്താണ്, ഏതോ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഇത് ഇംപ്രോപ്പർ ഇൻറ്റഗ്രലാണ് വരുന്നത്, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫോമിലാണ് കിടക്കുന്നത്. ഇതിനാദ്യം നമുക്ക് എന്താക്കണം, ഇപ്പോൾ ഇംപ്രോപ്പർ ഫോമിൽ എടുക്കുന്നതിനാദ്യം പ്രോപ്പറിലേക്ക് ആക്കണം. അതായത് എന്താണ്, ന്യൂമറേറ്ററിലാണ് എന്തുണ്ട്, എക്സിൻ്റെ ഹയർ പവർ എടുക്കുന്നത് ന്യൂമറേറ്ററിലാണ്. ഡിനോമിനേറ്ററിൽ x² ന്യൂമറേറ്ററിൽ x³ ആണ് എടുക്കുന്നത്. സോ നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ സാധാരണ ചെയ്യാറ്, അതായത് x³ + x+1 / x² - 1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ എന്താണ് x³ + x+1 ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ x² - 1 ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും, x ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും, x³ എന്ന് വരും. ദെൻ -1 × x എന്ത് വരും, -x എന്ന് വരും. അപ്പോൾ ഇവിടെ 0 ആവും. x - x എന്ത് വരും, 2x എന്ന് വരും, +1. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, x+ എന്താണ് 2x+1 / x² - 1 എന്ന് എഴുതാം. ഇതെന്താണ്, നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഇംപ്രോപ്പർ ഇൻറ്റഗ്രലിനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അതായത് t(x) + p എന്താണ് p'(x) / qx എന്നുള്ള ഫോമിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. അതായത് p(x) / qx ആണ് എന്ത് ഈ കിടക്കുന്നത്. അതായത് നമുക്ക് തന്നിട്ടുള്ള ന്യൂമറേറ്റർ പോളിനോമിയലും ഇത് ഡിനോമിനേറ്റർ പോളിനോമിയലും ഇത് നമുക്ക് കണ്ടെത്തിയ എന്താണ്, അപ്പോൾ ഇതെന്താണ്, ഇതൊരു പോളിനോമിയലാണ്. ഇതാണ് നമ്മുടെ എന്ത് റാഷണൽ പ്രോപ്പർ ഫംഗ്ഷൻ പോളിനോമിയൽ വരുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ x+ എന്താണ് 2x+1 / എന്താണ് x - 1 × x+1 എന്ന് എഴുതാം. അപ്പോൾ എന്താണ്, നമ്മൾ ഇവനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ x² / 2 എന്ന് കിട്ടും. അപ്പോൾ എന്താണ്, നമുക്കത് അവിടെ മാറ്റി വെക്കാം. പ്ലസ് ഇനി എന്താണ്, ഈ 2x+1 = എന്തെന്ന് വരും, നമുക്ക് a/x - 1 + b/x+1 എന്ന് എഴുതാം. എന്താണ്, ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, a × x+1 b × x - 1 വരും. x+1 + b × x - 1 എന്ന് വരും. ദെൻ എന്താണ്, ഇപ്പോൾ x = എന്താണ് 1 എന്ന് കൊടുക്കുക. x1 എന്ന് കൊടുത്താൽ ഇവൻ 0 ആയി. ഇവിടെ എന്താണ് 2a = എന്തെന്ന് വന്നു, 1 എന്ന് കൊടുത്താൽ 3 എന്ന് വരും. അപ്പോൾ a = എന്തെന്ന് വരും, 3/2 എന്ന് വരും. ദെൻ അടുത്തത് എന്താണ്, ഇപ്പോൾ x = എന്തെന്നാ -1 എന്ന് കൊടുക്കുക. x = എന്തെന്നാ -1 എന്ന് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ 0 ആയി. അപ്പോൾ എന്ത് വരും, -2b = എന്തെന്നാണ്, -2b = എന്തെന്ന് വരും, ഇവന് -1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ -2 + 1 എന്ത് വരും, -1 വരും. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ b = 1/2 എന്ന് വരും. എന്താണ്, b = 1/2. b = എന്തെന്നാ 1/2 എന്ന് വരും. ദാറ്റ് ഈസ് എന്താണ് 3/2 ലോഗ് എന്താ വരിക, എയുടെ ഡിനോമിനേറ്ററിൽ വന്നത് x - 1 ആണ്. അപ്പോൾ log x - 1 എന്ന് വരും. +1/2 × log ബിയുടെ ഡിനോമിനേറ്റർ ആരായിരുന്നു, x+1 ആണ്. log mod x+1 എന്ന് വരും. +c എന്ന് വരും. ഇതാണ് എന്ത് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ 13ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നതാണ് 2 / 1 - x × 1 + x² ആണ് വരുന്നത്. 2 / 1 - x. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. (1 + x) എന്നല്ലേ, 1 - അല്ലല്ലോ. സോറി, ഇവിടെ എന്താണ് 1+ അല്ല 1 - x ആണ് വരുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, a/1 - x പ്ലസ് എന്താണ് bx + c / എന്തെന്ന് എഴുതാം, 1 + x² എന്നും എഴുതാം.
അപ്പോൾ എന്താണ് വരിക? ഇതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എ ഇൻറ്റു 1 + x² പ്ലസ് എന്താണ് bx പ്ലസ് സി ഇൻറ്റു 1 - x എന്ന് വരും. = 2 എന്നാണ് വന്നിട്ടുള്ളത്. അപ്പം ഇനി എന്ത് ചെയ്യണം നമുക്ക്? അപ്പോൾ ഇതിനകത്ത് എന്താണ് നമുക്ക് പുട്ട് x = എന്താണ് 1 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവൻ എന്താവും? ഇവൻ മൊത്തത്തിൽ 0 ആയി പോകും. അപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ 1 + x² എന്ന് പറയുമ്പോൾ 2 വരും. 2a = എന്താണ് 2 എന്ന് കിട്ടി. ദാറ്റ് ഇസ് a = എന്താണ് 1 എന്ന് കിട്ടി നമുക്ക്. ഇനി അടുത്തത് എന്താണ്? അപ്പോൾ ഇനി എന്താണ്? നമുക്ക് ഇവിടെ 2 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആരൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരും നോക്കുക. ഇതിനകത്ത് ഇപ്പോൾ എന്താ എ വരും പ്ലസ് എന്താണ് bx × 1 ആണ്, bx² ആണ് വരിക. പക്ഷേ c 1 വരും. അപ്പോൾ a + c = നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ആഡ് വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ c = എന്ത് വരും? 1 + c = എന്താണ് 2 ആണ്. ദാറ്റ് ഈസ് c = എന്ത് വരും? 1 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എയും നമുക്ക് കിട്ടി, സിയും നമുക്ക് കിട്ടി. ഇനി എന്താണ്? ഇനി നമുക്കിവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ട് ആരൊക്കെ വരുമെന്ന് നോക്കാം. നമുക്ക് എന്തായാലും എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഇല്ല ഇതിനകത്ത്. മീൻസ് = അപ്പുറത്ത് എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ എന്താണ് വരിക? ഇവിടെ എക്ക് എന്താണ് എക്സിൻ്റെ ടേം ഇല്ല. ദെൻ ബിക്ക് ആണെങ്കിൽ bx വരും, 1bx വരും. അപ്പോൾ ബി എടുക്കാം. പിന്നെ എന്താണ് സിക്ക് -c = എന്തെന്ന് വരും? നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് 0. അപ്പോൾ b = നമുക്ക് എന്തെന്ന് കിട്ടും? c എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് സിയുടെ വാല്യൂ 1 ആയതുകൊണ്ട് b = നമുക്ക് എന്തെന്ന് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. b = 1 എന്ന് കൊടുക്കാം. ഇനി നമ്മുടെ ഫംഗ്ഷൻ എന്തുട്ടായിരുന്നു? ഇവിടെ a / എന്താ x - 1 പ്ലസ് b × x / നമ്മുടെ 1 + x² പ്ലസ് ഞാൻ ഇപ്പോൾ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. c / 1 + x² എന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്താ വരിക? നമുക്ക് എക്കും ബിക്കും സിക്കും ഒക്കെ എന്താണ് 1 അല്ലേ വില? അതങ്ങനെ ഇട്ട് കൊടുക്കുക നേരെ. അപ്പോൾ 1 ഇവിടെ ഇൻ്റഗ്രൽ ഇട്ട് കൊടുക്കുക. ഇവിടെ എന്താ ഇത് 1 ആണ്. അപ്പോൾ വെറുതെ ഇൻ്റഗ്രൽ ഇട്ട് കൊടുക്കുക. ഇവിടെ ഒന്ന് ഇൻ്റഗ്രൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി എന്താണ്? ഇവിടെ ഇപ്പോൾ എന്താ 1 / log മീൻസ് അതായത് 1/x - 1 ആണ്. അപ്പോൾ അതെന്താണ് log x - 1 എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഇവൻ എന്താണ് വരിക? 1 + x² എന്ന് പറഞ്ഞാൽ എന്താണ് 1/a tan - x എന്ന് വരും. അപ്പോൾ എന്താണ് ഇവിടെ a എന്ന് പറയുമ്പോൾ 1 ആയതുകൊണ്ട് tan - x എന്ന് വരും. പ്ലസ് c ഇട്ട് കൊടുക്കുക. ഇവിടെ നമുക്ക് എന്താണ്? ഇവിടെ 1 + x² ഉണ്ടല്ലോ, അതിനെ നമുക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്താണ് k = 1 + x² എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് 2x dx = എന്താണ് കിട്ടുക? dk എന്ന് കിട്ടും. ദാറ്റ് ഈസ് എന്താണ് dk/2. അതായത് 1/2 ഇൻറ്റു ഇവിടെ എന്ത് കൊടുക്കാം? dk/k. അപ്പോൾ എന്ത് വരും? 1/2 log k എന്ന് വരും. k എന്താണ്? 1 + x² ആണ്. 1 + x² ആണ്. അപ്പോൾ ആൻസർ എന്ത് വരും? log x - 1 + 1/2 ഇൻറ്റു log 1 + x² പ്ലസ് tan - x മീൻസ് tan - x പ്ലസ് c എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? 3x - 1 / x + 2² ആണ് വരുന്നത്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുട്ടാണ്? 3x - 1 ആരാ? x + 2² അല്ലേ? x + 2² ആണ്. ഇറ്റ് ഈസ് = ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ a/x + 2 പ്ലസ് b/x + 2² എന്ന് എഴുതാം. അപ്പോൾ എന്താ വരിക? 3x - 1 = a × x + 2² പ്ലസ് b × x + 2 എന്ന് വരും. അതിനകത്ത് നമുക്ക് എന്താണ്? ഇനിയിപ്പോൾ നമുക്ക് എക്സിന് ഓരോ വാല്യൂസ് പുട്ട് ചെയ്ത് കൊടുക്കാം. പുട്ട് x = ഇപ്പോൾ എന്താ കൊടുക്കുക? എക്സിന് നമുക്ക് -2 കൊടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ 2 കൊടുത്താലും 2 0 ആയിട്ട് പോവും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് എന്താണ് സാധനത്തിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ വരിക? ഇവിടെ ഇപ്പോൾ x² ax² + 2ax +
ടു അല്ല 4ax+4 പ്ലസ് എന്ത് വരും bx പ്ലസ് 2 എന്ന് വരും bx പ്ലസ് 2 എന്ന് വരും ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും 3x മൈനസ് 1 എന്ന് വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്താണ് എക്സിൻ്റെ കോഎഫിഷ്യൻസ് ആരൊക്കെ നോക്കാം. ഇവിടെ ഇപ്പോൾ ആരാണ് 4a വരുന്നുണ്ട്, ഇവിടെ പ്ലസ് ബി ആണ് വരുന്നത് ഇസ് ഈക്വൽ ടു ഇവിടെ ആരാണ് 3 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി 4a പ്ലസ് ബി ഇസ് ഈക്വൽ ടു എന്തെന്നാണ് 3 എന്ന് കിട്ടിയിട്ടുണ്ട്. then ഇനി അടുത്ത് വേറൊരു ഇക്വേഷൻ കിട്ടുമോ നോക്കാം നമുക്ക് ഇതിനകത്തുനിന്ന്. ഇതിനകത്ത് ഇപ്പോൾ എന്താണ് 4a ഇവിടെ എന്താ ഒരു എ ഉണ്ട്, അപ്പോൾ 4a പ്ലസ് എന്താണ് ഇവിടെ ഒരു എന്താ 2b ഇസ് ഈക്വൽ ടു ആരാണ് ഇവിടെ -1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു -1 എന്ന് എഴുതാം. ഇതൊന്നാണ് 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു -1 എന്ന് എഴുതാം. ഇപ്പോഴും വല്ലതുമായോ ഇല്ല, വേണ്ട നമുക്ക് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, കാരണം 4ഉം 2bയിലൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്, എഴുതിയത് തന്നെ തെറ്റാണ്. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക 4a മൈനസ് 4a എന്ന് പറയുമ്പോൾ 0 വരും, പിന്നെ b മൈനസ് 2b എന്ന് പറയുമ്പോൾ -b എന്ന് വരും, 3 മൈനസ് -1 എന്ന് പറയുമ്പോൾ എത്ര വരിക 3 മൈനസ് -1 അപ്പോൾ 4 വരും. ദാറ്റ് ഈസ് b ഈക്വൽ ടു -4 എന്ന് കിട്ടി നമുക്ക്. എന്താണ് b ഈസ് ഈക്വൽ ടു -4 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് ഇനി a കണ്ടുപിടിക്കണം. a എന്ന് പറയുമ്പോൾ എന്താ വരിക, അപ്പോൾ ബിയുടെ വില എത്രയാണ് എത്ര -4 അല്ലേ, അത് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബി ഇവിടെ ഇട്ട് കൊടുത്താൽ ഇവിടെ എന്താ വരും 7 എന്ന് വരും. അപ്പോൾ a ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും 7/4 എന്ന് വരും. 7/4 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് 14ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. 3x - 1 ഡിവൈഡ് ബൈ x പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് 3x - 1 ആണ് ഡിവൈഡഡ് ബൈ x പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം a/x പ്ലസ് 2 പ്ലസ് b/x പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എന്താണ് ഇതിനെ നമുക്ക് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും a ഇൻറ്റു x പ്ലസ് 2 പ്ലസ് എന്താണ് b എന്ന് മാത്രം വരും. ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം 3x - 1 എന്ന് എഴുതാം. ഇനി എന്താണ് ഇവിടെ നമുക്ക് കോൺസ്റ്റൻസ് കമ്പയർ ചെയ്യാം. ഇവിടെ a എന്താണ് 2a ആണ് വരുന്നത്, പ്ലസ് b ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം -1 എന്ന് എഴുതാം. അടുത്ത എക്സിൻ്റെ കോഎഫിഷ്യൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഇവിടുത്തെ a മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് a ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് 3 എന്ന് എഴുതാം. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടി, a ഈസ് ഈക്വൽ ടു എന്താണ് 3 എന്ന് കിട്ടി. ഇനി എന്താണ് അത് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലകത്ത് എന്താണ് 2a എന്ന് പറയുമ്പോൾ എന്ത് വരും, ഇത് 6 ആവും. ഈ 6 ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും -6 ആവും. അപ്പോൾ -6 പ്ലസ് -1 എന്ത് വരും -7 എന്ന് വരും. അപ്പോൾ b ഈസ് ഈക്വൽ ടു -7 എന്ന് കിട്ടി. നമുക്ക് എയും ബിയും കിട്ടി കഴിഞ്ഞു. ഇനി എന്താണ് ഇനി നമുക്ക് ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ a ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടുമ്പോൾ എന്ത് വരും 3 എന്താണ് 3 × 1 + x/2 ആണ് വരിക. 3 × 1 ഡിവൈഡ് ബൈ x പ്ലസ് 2 dx ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ. പിന്നെ എന്താണ് പ്ലസ് അല്ല മൈനസ് ഇട്ട് കൊടുക്കാം. -7 ഇൻറ്റു എന്താ വരിക 1 ഡിവൈഡഡ് ബൈ x പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും -1 ഡിവൈഡഡ് ബൈ x പ്ലസ് 2 എന്ന് വരും. അപ്പോൾ പിന്നെ -7 കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും 7/x പ്ലസ് 2 എന്ന് വരും. ദെൻ അടുത്തത് എന്താണ് ഇപ്പം എൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും 3 × log x പ്ലസ് 2 എന്ന് വരും. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ആൻസർ എന്താണ് 3 × log mod x - 2 എന്നാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് അതൊന്ന് വെരിഫൈ ചെയ്യണം. വേറെ ടെക്സ്റ്റൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. ഈ ഒരു ടെക്സ്റ്റിൻ്റെ ബാക്കിൽ അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിനകത്ത് ഒരുപാട് പ്രിൻറ്റിങ് മിസ്റ്റേക്സ് നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ടിൽ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും x പ്ലസ് 2 അല്ലേ എടുക്കുന്നത്, സൈൻ ചേഞ്ച് വരേണ്ട ആവശ്യമില്ല. സോ നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് 1 ഡിവൈഡഡ് ബൈ x ടു ദ പവർ 4 - 1 ആണ് വരുന്നത്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്കെന്താണ് 15ാമത്തെ ക്വസ്റ്റ്യനാണ്. അതിനെ നമുക്കെന്താണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ എക്സാമ്പിൾ പാർട്ടിൽ തന്നിട്ടുണ്ട് എന്ത് ഈ x² നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് y എന്ന് പുട്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. അതായത് ആ ഒരു ഇൻറ്റഗ്രേഷൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല ചെയ്യുന്നത്, അതിന് പകരം നമ്മളെന്താണ് ആ ഇൻറ്റഗ്രൻറ്റിനെ y² മീൻസ് y² എന്ന് അല്ല x² എന്ന് വന്നു കഴിഞ്ഞാൽ y കൊടുത്തിട്ട്
എന്താണ് പിന്നെ റേഷണൽ ഫോമിൽ നിന്ന് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആ ഒരു മെത്തേഡിൽ വേണം നമ്മൾ ഇവിടെ അത് ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് എന്താണ് ഇതിനെ ഫസ്റ്റ് ഇതിനെ എങ്ങനെ എഴുതണം? വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ടു ദ പവർ 2 ദ ഹോൾ ടു ദ പവർ 2 മൈനസ് 1 ടു ദ പവർ 2 എന്ന് എഴുതാം. അപ്പോൾ ഇതെന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നായിട്ടുണ്ട്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ എന്താണ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും? ഇത് 1 ഡിവൈഡഡ് ബൈ എന്താണ് എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 1 ഡിവൈഡ് ബൈ എന്താണ് 1 വേണ്ട, എന്താണ് എക്സ് പ്ലസ് അതായത് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. ഇനി എന്താണ് പുട്ട് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്നാണ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഈ ഒരു സ്റ്റെപ്പിൽ വെച്ച് തന്നെ നമ്മളത് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഇവിടെ വെച്ചത് ചെയ്യാം. എന്താണ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഞാൻ എന്താണ് വൈ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു മീൻസ് 1 ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് വരും. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഡിവൈഡഡ് ബൈ വൈ പ്ലസ് 1 ഇൻറ്റു 1 വൈ മൈനസ് 1 എന്ന് വരും. അപ്പോൾ എന്തായിട്ടുണ്ട്? ഈ നമുക്ക് എന്താണ് ഒരു ഇംപ്രോപ്പർ മീൻസ് ഇംപ്രോപ്പർ അല്ല പ്രോപ്പർ റേഷണൽ ഫംഗ്ഷനായി വന്നിട്ടുണ്ട്. ഇനി ഈ റേഷണൽ ഫംഗ്ഷനെ നമുക്ക് എന്താക്കാം? പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് എഴുതാം. അപ്പോൾ എന്താണ് 1 ഡിവൈഡഡ് ബൈ വൈ പ്ലസ് 1 ഇൻറ്റു വൈ മൈനസ് 1 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എ ബൈ വൈ പ്ലസ് 1 പ്ലസ് ബി പ്ലസ് അല്ല പ്ലസ് തന്നെ പ്ലസ് ബി ബൈ വൈ മൈനസ് 1 എന്ന് എഴുതാം. ഇനി ഇതിനെ നമുക്ക് എന്താ ചെയ്യാം? ജസ്റ്റ് എന്താണ് എ ഇൻറ്റു വൈ മൈനസ് 1 പ്ലസ് ബി ഇൻറ്റു വൈ പ്ലസ് 1 എന്ന് എഴുതാം. ദെൻ ഇപ്പം എന്തായിട്ടുണ്ട്? ഇനി നമുക്ക് എക്കും ബിക്കും വില കണ്ടുപിടിക്കാം. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വൈ മൈനസ് 1 പ്ലസ് ബി ഇൻറ്റു വൈ പ്ലസ് 1 ആണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് എന്താണ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം മൈനസ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എന്താണ് 1 എന്ന് എഴുതാം. അതേപോലെ തന്നെ എന്താണ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എന്താണ് 0 ആണ്. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു എന്താണ് മൈനസ് ബി ആണ് വരുന്നത്. അത് നമുക്ക് എന്താണ് ഈ എക്ക് മൈനസ് എക്കോ അല്ലെങ്കിൽ ബിക്ക് പകരം നമുക്കൊന്നെങ്കിൽ എ കൊടുക്കാം. അതായത് ഇവിടെ ഇപ്പോൾ എന്താണ് എ ഈസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താണ് മൈനസ് എക്ക് പകരം മൈനസ് ബീനെ കൊടുക്കുകയാണ് അവിടെ. അപ്പോൾ എന്ത് വരും? ബി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ മൈനസ് ബി മൈനസ് ഓഫ് മൈനസ് ബി എന്ത് വരും? പ്ലസ് ബി ആവും. അതായത് ബി പ്ലസ് ബി ഈസ് ഈക്വൽ ടു എന്താണ് 2b ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. എന്താണ് 2b ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് 2b ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. വെറും b ഈസ് ഈക്വൽ ടു എന്തെന്നാണ് 1/2 എന്ന് കിട്ടും. ഇനി എന്താണ് എ നമ്മൾ മൈനസ് ബി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എന്തെന്നാണ് മൈനസ് 1/2. എ ഈസ് ഈക്വൽ ടു മൈനസ് 1/2 എന്ന് കൊടുക്കാം. ഇനി എന്താ ഇപ്പോൾ നമുക്ക് എന്താണ് ഈ നമ്മുടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു റേഷണൽ ഫംഗ്ഷൻ്റെ നമുക്ക് എന്താണ് പാർഷ്യൽ ഫ്രാക്ഷൻ ഫോം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മൈനസ് 1/2 ഇൻറ്റു എന്താണ് 1 ഡിവൈഡഡ് ബൈ വൈ പ്ലസ് 1 പ്ലസ് 1/2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ വൈ മൈനസ് 1 എന്നുമാണ് വന്നിട്ടുള്ളത്. ഇനി അതിനകത്തേക്ക് എന്താണ് നമുക്ക് ആ ഒരു എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ മീൻസ് നമുക്ക് എന്തായാലും വൈ എന്തായിരുന്നു? നമ്മൾ എക്സ് സ്ക്വയർ എന്നായിരുന്നു. മീൻസ് എക്സ് സ്ക്വയറിനാണ് നമ്മൾ വൈ പുട്ട് ചെയ്തത്. അപ്പോൾ ആ വൈക്ക് തിരിച്ചെന്താണ് എക്സ് സ്ക്വയർ കൊടുക്കണം. അപ്പോൾ എന്ത് വരും? നമുക്ക് എന്താ വരിക? മൈനസ് 1/2 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലാണ് വരിക. ദെൻ പ്ലസ് 1/2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഇതെന്താണ് ഈ 1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അതായത് ഇത് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താണ് 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എന്ന് വരും. അപ്പോൾ എന്താ വരിക? ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. മൈനസ് 1/2 ഫ്രണ്ടിലുണ്ട്. ഇതെന്താണ് കിടക്കുന്നത്? എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ് കിടക്കുന്നത്. അതിൻ്റെ എന്ത് വരും? 1/2 മീൻസ് 1/2a ഇൻറ്റു ലോഗ് മോഡ്. അപ്പോൾ ഇവിടെ 1/2a എന്ന് പറയുമ്പോൾ ആരെ വരിക? പ്ലസ് ഉണ്ട്, ഓൾറെഡി ഒരു 1/2 ഉണ്ട്. എ എന്ന് പറയുമ്പോൾ നമ്മുടെ 1 ആണ്. അപ്പോൾ എന്താണ് ഒരു 1/2 വരും. പിന്നെ എന്താണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ ആണ് വരിക. അപ്പോൾ അതെന്താണ് വരിക? ലോഗ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എന്ന് വരും. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ എന്താണ് നമുക്കൊരു പ്ലസ്, ഇവിടെ ഒരു പ്ലസ് സി വരുന്നുണ്ട്. ഇവൻ എന്താണ്? ഇവൻ 1/4 ആയി മാറും. മനസ്സിലായോ?
അപ്പോൾ നമ്മുടെ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൃത്തിക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബാക്കിലുള്ള പോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം. അതായത് ആ മൈനസ് ടാൻ 1/2 ടാൻ ഇൻവേഴ്സ് എക്സ് ഉണ്ടല്ലോ, അതിനകത്ത് ഉള്ളിലേക്ക് എഴുതാം. അപ്പോൾ 1/4 ഇൻറ്റു ലോഗ് മോഡ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് അല്ലെങ്കിൽ എന്താണ് 1/2 ഇൻറ്റു മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്ന് നമുക്ക് എഴുതാം. ഇതാണ് എന്ത് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അടുത്തത്? അപ്പോൾ എന്താണ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എന്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെയൊക്കെ ചെയ്തു വന്നിട്ടുള്ളത്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇൻറ്റഗ്രേഷൻ യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാലും നമുക്ക് എന്താണ് 3 പ്രോസസ്സല്ലേ? അല്ലെങ്കിൽ ഫസ്റ്റ് എന്തായിരുന്നു? ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ബൈ എന്താണ് പെർട്ടിക്കുലർ ഫങ്ഷൻസ്, സം പെർട്ടിക്കുലർ ഫങ്ഷൻസ് വന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു നാളും കൂടി ഉണ്ടായിരുന്നു യൂസിങ് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്ത് പോകുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഒരു കാര്യം പഠിച്ച് അത് അവിടെ ഉപേക്ഷിച്ച് മുന്നിലേക്ക് പോകാൻ പറ്റില്ല. ഇതെന്താണ്? ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ നമുക്കെന്താണ് പഠിച്ച എല്ലാ കാര്യങ്ങളും ഡിഫറെൻറ്റ് വേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ x⁴ ഉണ്ടല്ലോ, അതിനെ നിങ്ങൾക്ക് വേറെ മെത്തേഡിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത് വലിയൊരു എക്സ്പാൻഷനൊക്കെ വരും. അല്ലെങ്കിൽ ആ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിൽ വരുമ്പോൾ ഒരുപാട് എന്താണ് ആ കോഎഫിഷ്യൻസൊക്കെ വരും. അതിന് പകരം നമുക്ക് ഇത് ടെക്സ്റ്റിൽ തന്നിട്ടുള്ള മെത്തേഡാണ്. ഏത്? x² y എന്ന് കൊടുക്കുക, മനസ്സിലാവുന്നുണ്ടോ? ഒരു x² എന്നുള്ള വേരിയബിളിന് പകരം നമ്മളെന്താണ് അതിനെ സെക്കൻഡ് ഡിഗ്രിക്ക് പകരം നമ്മളെന്താണ് അവിടെ വേറൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യുക. ഏത്? റാഷണൽ ഫോമിൽ നിന്ന് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് എന്താണ് അവിടെയാണ് അവിടെ എത്തിക്കലാണ് നമ്മുടെ ആവശ്യം, മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മൾ ഓരോന്നിലും ഓരോ ആവശ്യങ്ങളാണ് നമുക്കുള്ളത്. ഇപ്പോൾ പാർഷ്യൽ എന്തൊക്കെയായിരുന്നു പാർട്സ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് ആവശ്യം? പാർട്സ് അല്ല, ഓരോ മെത്തേഡിലും ആണ് ചിലത് തന്നിട്ടുള്ള ഫോമിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അത് ആ ഒരു ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. നമുക്ക് അറിയുന്ന സ്റ്റെപ്പുകൾ മാത്രം യൂസ് ചെയ്താൽ മതി. എന്താണ് ഒരു പ്രോപ്പർ റേഷണൽ ഫങ്ഷനെ ജസ്റ്റ് എന്താ ആക്കി മാറ്റണം, നമ്മളതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് ആക്കി മാറ്റണം. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പോവുക, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോൾ അത് നമ്മൾ ചെയ്ത് 15 അല്ലേ? അടുത്തത് എന്താണ്? ഇതിനകത്ത് ഇവിടെ NB ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് യൂസ് ചെയ്ത് ഇട്ട് വെച്ചതാവും. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഹിൻറ്റ് തന്നിട്ടുണ്ട്, മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ x⁴n-1 ആൻഡ് പുട്ട് x⁴n = t എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 1 ഡിവൈഡ് ബൈ x ഇൻറ്റു x⁴n+1 എന്നാണ്. അതെങ്ങനെ ചെയ്ത് ആൻസറിലേക്ക് എത്തുക നോക്കാം. ഇതെങ്ങനെ ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ ചെയ്ത് ആൻസറിലേക്ക് എത്താൻ നമുക്ക് നോക്കാം. അപ്പോൾ 1 ഡിവൈഡ് ബൈ x⁴n+1 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? x⁴n-1 ഡിവൈഡഡ് ബൈ x⁴n-1 ഇൻറ്റു x⁴n+1 അങ്ങനെ ചെയ്തു. ഇതിനകത്ത് എന്താണ്? x⁴n-1 ഇൻറ്റു എക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്? അതിനകത്ത് ആ -1ഉം അതായത് x⁴ എക്സിനെ നമുക്ക് എന്താണ് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി നോക്കുമ്പോൾ എന്താണ്? x⁴n ഇവിടെ എടുക്കുന്നുണ്ട്. എന്താണ് നമ്മൾ മറ്റേ മുമ്പത്തെ ക്വസ്റ്റ്യനിലൊക്കെ പറയാറുണ്ടല്ലോ, ഡിനോമിനേറ്റർ ഉണ്ടോ, ഡെറിവേറ്റീവ് ഉണ്ടോ നോക്കാൻ. ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്താണ് അങ്ങനെ ചെയ്ത് പോവാം. ഇങ്ങനെ ഒരു എന്താണ് ഒരാൾക്ക് നമ്മളെന്താണ് ഒരു വാല്യൂ കിട്ടുകയും എന്താണ് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കും. അതെന്താണ് നമുക്ക് ഇൻ്റഗ്രൻറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്തു പോവാം. അപ്പോൾ ഇവിടെ എന്താണ്? x⁴n-ൻ്റെ ഡെറിവേറ്റീവ് ആണ് x⁴n-1 ആയിട്ട് കിടക്കുന്നത്. ഒരു n-ൻ്റെ കുറവേ ഉള്ളൂ. അപ്പോൾ നമുക്കെന്താണ് x⁴n എന്തെന്നാണ് നമുക്ക് t എന്ന് പുട്ട് ചെയ്യാം. x⁴n t എന്ന് പുട്ട് ചെയ്യാൻ പോലെ dt എന്തെന്ന് വരും? n × x⁴n-1 dx എന്ന് വരും. അതാണ് ഇവിടെ കിടക്കുന്നത്. അതായത് ഇവൻ്റെ ഡെറിവേറ്റീവ് ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ എന്താണ്? അതിനകത്തൊരു n കുറവുള്ളൂ. അപ്പോൾ എന്താണ്? നമുക്ക് dt/n x⁴n-1 × dx എന്ന് എഴുതാം. ദാറ്റ് ഈസ് എന്താണ് വരിക? dt/n ഇൻറ്റു ഇവിടെ എന്താണ്? ഇനി x⁴n+1 എടുക്കുന്നുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? t+1 എന്ന് എഴുതാം. അതുപോലെ തന്നെ ഒരാളും കൂടി കിടക്കുന്നുണ്ട്. എന്താണ്? ഒരു ടിയും കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി എന്താണ്? ഇനി സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ആ 1/n നമുക്ക് പുറത്തേക്ക് എടുത്ത് എഴുതാം.
1/n പുറത്തെടുത്ത് എഴുതാം. എന്ത് വരും? ഇൻ്റഗ്രൽ ഡി ടി ഡിവൈഡ് ബൈ 1 ടി ഇൻറ്റു ടി പ്ലസ് 1 എന്ന് വന്നിട്ടുണ്ട്. ഇതെന്താണ്? എ ബൈ ടി പ്ലസ് എന്താണ് ബി ബൈ ടി ടി പ്ലസ് 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് എ ഇൻറ്റു ടി പ്ലസ് 1 പ്ലസ് ബി ടി ഇസ് ഈക്വൽ ടു എന്താണ്? 1 ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ്? ടി വരുന്ന ടേംസ് ബിയും എയും ആണ്. അപ്പോൾ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എന്താണ്? നമ്മുടെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് അങ്ങനെ ടി വരുന്ന ടേംസ് ഒന്നും ഇല്ല. അപ്പോൾ എന്താണ്? നമുക്ക് 0 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ബി എന്ന് എഴുതാം. ദെൻ അടുത്തെന്താണ് വരുന്നത്? ഇനി ഇതിനകത്ത് കോൺസ്റ്റൻസ് ആയിട്ട് വരുന്നത് എന്താണ്? എ മാത്രം തന്നെ ഉള്ളൂ. ഇവിടെ എന്താണ്? ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് 1 എടുക്കുന്നുണ്ട്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ്? 1 എന്ന് എഴുതാം. അപ്പോൾ ബി എന്തായാലും എയുടെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ എ ഈസ് ഈക്വൽ ടു മൈനസ് ബി ആണ്. ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? -1 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താണ്? അത് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 1/t മൈനസ് 1/t പ്ലസ് 1 എന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഒരു 1/n പുറത്തുണ്ട് കേട്ടോ, അത് നമ്മൾ മറക്കരുത്. അപ്പോൾ എന്താണ്? ഇത് log t എന്ന് വരും, മൈനസ് log t പ്ലസ് 1 എന്ന് വരും. അപ്പോൾ ഇത് log a മൈനസ് log b ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തിനങ്ങനെ എഴുതാം? log a ബൈ ബി എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും? log ഓഫ് t മോഡ് t ബൈ t പ്ലസ് 1 എന്ന് എഴുതാം. പ്ലസ് സി എന്താണ്? ഒരു 1/n പുറത്ത്. ഇനി എന്താണ്? ആ ടി എന്തായിരുന്നു? നമുക്ക് x to the power n ആയിരുന്നു. അപ്പോൾ എന്ത് വരും? 1/n ഇൻറ്റു ലോഗ് x to the power n ഡിവൈഡഡ് ബൈ x to the power n പ്ലസ് 1 പ്ലസ് സി എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ എന്തൊക്കെ ചെയ്തത്? നമ്മൾ എന്താണ്? റേഷണൽ ഫംഗ്ഷനിൽ നിന്ന് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ വന്നിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് ആക്കണതിൻ്റെ മുമ്പ് എന്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷനും കൂടി യൂസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്താണ്? മെത്തേഡ്സ് പഠിച്ചു പോകുമ്പോൾ എന്താണ്? അത് എല്ലാ സ്ഥലത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ വേണം പഠിച്ചു പോകാൻ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ നോക്കാം? എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്താരാണ്? അടുത്തത് ഹിൻഡ് തന്നിട്ടുണ്ട്. അവർ പുട്ട് sin x ഈക്വൽ ടു ടി എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ cos x ഡിവൈഡ് ബൈ 1 മൈനസ് sin x ഇൻറ്റു 2 മൈനസ് sin x. ഇപ്പോൾ നമുക്ക് എന്താണ്? വെറുതെ ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? ചിലപ്പോൾ ഇത് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് വെച്ച് ചെയ്യാൻ ശ്രമിക്കും. ഇവിടെ ഇപ്പോൾ എന്താണ്? ഇത് ഈ ഒരു സെക്ഷനിൽ തന്നതുകൊണ്ട് നമ്മൾ എന്താണ്? മറ്റേ ഫോമിൽ ചെയ്യാൻ ശ്രമിക്കും. എന്താണ്? റേഷണൽ ഫംഗ്ഷൻ ആക്കിയിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് എഴുതിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് cos x ഡിവൈഡഡ് ബൈ 1 മൈനസ് sin x ഇൻറ്റു 2 മൈനസ് sin x അല്ലേ? ഓക്കെ. ഇനി എന്തൊട്ടാ പുട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? sin x ഈക്വൽ ടു ആരാന്ന്? ടിയാ? ടിയാണ്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്. ടി ഈസ് ഈക്വൽ ടു sin x എന്ന് പുട്ട് ചെയ്തു. വേറെ ഡി ടി ഈസ് ഈക്വൽ ടു സൈൻ്റെ ഒരു cos x dx എന്ന് വരും. അപ്പോൾ അവനാണ് ഈ കിടക്കുന്നത്. cos x dx ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഡി ടി നമുക്ക് കിട്ടി. ഇനി എന്താണ്? ഈ 1 മൈനസ് ടി 2 മൈനസ് ടി വന്നു. അപ്പോൾ എന്താണ്? ഇപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൻ്റ് എന്തായി മാറിയിട്ടുണ്ട്? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു 2 മൈനസ് ടി എന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്? ഇതിവിടെ ഓർത്ത് വെച്ചാൽ മതി. ആ ടി സൈൻ എക്സ് ആണെന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കുക. അത് നിങ്ങളിപ്പോൾ നോട്ടിൽ ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതെന്താണ്? ഇതിനെ നമുക്ക് എ ബൈ 1 മൈനസ് ടി പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 മൈനസ് ടി ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ്? 1 എന്ന് എഴുതാം. ഇനി എന്താണ്? ഇവിടെ ഇപ്പോൾ എ ഇൻറ്റു 2 മൈനസ് ടി പ്ലസ് ബി ഇൻറ്റു 1 മൈനസ് ടി എന്ന് വരും. അപ്പോൾ എ ഇൻറ്റു 2 മൈനസ് ടി പ്ലസ് ബി ഇൻറ്റു 1 മൈനസ് ടി ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ദാറ്റ് ഈസ് 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? 1 എന്ന് വരും. ദെൻ പിന്നെന്താണ് വരിക? മൈനസ് ബി ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? 0 എന്ന് വരും. ദാറ്റ് ഈസ് എന്താണ്? മൈനസ് എയും മൈനസും നമുക്ക് ക്യാൻസൽ ചെയ്യാം. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എന്തെന്നാണ്? 0 എന്ന് വരും. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ എ എന്താണ്? മൈനസ് ബി എന്ന് പറഞ്ഞു. അപ്പോൾ ബി എന്ന് പറയുമ്പോൾ മൈനസ് എ ആയിരിക്കും. നമുക്കത് ഇവിടെ എഴുതി കൊടുക്കാം. ബി എന്താന്ന്? ഒരു മൈനസ് എ ആണ് വരിക. അപ്പോൾ 2a മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ എന്ന് വരും. എ ഈസ് ഈക്വൽ ടു എന്തെന്നാണ്? 1 എന്ന് വരും. അപ്പോൾ എയുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ ബിയുടെ വാല്യൂ എന്തൊട്ടാണ്? -1 ആണ്.
ബിയുടെ വാല്യൂ -1 ആണ്. ഇനി നമുക്ക് എന്താണ് ചെയ്യാം, ഈ കോഎഫിഷ്യൻസ് ആയിട്ട് മീൻസ് എയുടെ വാല്യൂ ഇവിടെ കൊടുക്കുക. അപ്പോൾ എ 1 ആണ്, അപ്പോൾ ഇൻറ്റഗ്രൽ 1 - t dt വരും -1 ഡിവൈഡഡ് ബൈ ഇൻറ്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ 2 - t എന്ന് വരും. അപ്പോൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ എന്ത് വരും, ഇവിടെ log 1 - t -1 ഒന്നും വരില്ല, -log 2 - t എന്ന് വരും. വേർ t = എന്തെന്നാണ് sin x ആണ്. അപ്പോൾ എന്ത് വരും, ആദ്യത്തിനെ log a - b എന്നുള്ള ഫോമിലുള്ളത്, അത് നമുക്ക് അതിനെ എന്ത് എഴുതാം, log a ബൈ b എന്ന് എഴുതാം. log 1 - t ഡിവൈഡഡ് ബൈ 2 - t എന്ന് എഴുതാം, പ്ലസ് c എന്ന് എഴുതാം. ഇനി എന്താണ്, ആ tക്ക് എന്താണ് sin x കൊടുക്കുക. അപ്പോൾ എന്താ 1 - sin x ഡിവൈഡഡ് ബൈ 2 - sin x എന്ന് വന്നിട്ടുണ്ട്. തെറ്റിന്ന് തോന്നിട്ടുണ്ട്. നമുക്കെന്താണ് ഡെക്സിൽ ആൻസർ എന്തായാലും ഇങ്ങനെയല്ല കിടക്കുന്നത്. നമുക്കെന്താണ് ഇതിനെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ എന്താണ് ആ കോഎഫിഷ്യൻസിൻ്റെ വാല്യൂസ് എടുത്തിട്ടുള്ളതിലായിരിക്കും എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടാവുക. എന്തായാലും മൈനസ് വരേണ്ടത് എന്താണ്, ആ ഒരു 1 - sin x മുമ്പിലാണ്. നമുക്ക് ആൻസർ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എ ബൈ എന്തായിരുന്നു 1 - t പ്ലസ് ബി ഡിവൈഡഡ് ബൈ എന്താണ് 2 - t എന്താണ് നമുക്ക് 1 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് a × 2 - t പ്ലസ് ബി × 1 - t എന്തെന്നാണ് 1 എന്ന് വരും അപ്പോൾ ഇതിനകത്ത് എന്താണ് നമുക്ക് t 1 എന്നോ അല്ലെങ്കിൽ 2 എന്നോ പുട്ട് ചെയ്യാം. എന്താണ് നമുക്ക് ആദ്യം t എന്തെന്നാണ് 2 എന്ന് പുട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെന്ന് വരും, t 2 എന്ന് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ വരിക, ഇത് 0 ആവും, എയുടെ പാർട്ടിൽ 0 ആയി പോയി. ഇവിടെ എന്താണ് -b 1 എന്ന് വരും. ദാറ്റ് ഈസ് b എന്താണ് -1 എന്ന് കിട്ടി. എന്താണ് നമ്മുടെ തെറ്റെന്ന് മനസ്സിലാവുന്നില്ല. ദെൻ ഇപ്പോൾ t എന്താണ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഇവൻ 0 ആയി പോവും. 2 - 1 എന്ത് വരും, a ആയി മാറും. a 1. അപ്പോൾ നമുക്ക് എന്താ നേരത്തെ ആൻസർ തന്നെയാണ് വരുന്നത്. അപ്പോൾ a എന്താണ് 1 എന്ന് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ് ആ 1 d - 1 -1 t - 2 അല്ലേ കിടക്കുന്നത്. നമുക്കെന്താണ് പുട്ട് t - 1 t - 1 അല്ല 1 - t 2 - t ആണ്. 1 - t and 2 - t ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് 1 - t നമുക്ക് എന്തെന്നാണ് ഒരു p എന്ന് പുട്ട് ചെയ്യാം. വേർ -dt നമുക്ക് എന്തെന്നാണ് dp എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് എന്താണ് dt എന്തെന്നാണ് -dp എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് -dp ബൈ എന്താണ് p എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് -log p എന്ന് വരും. p എന്തായിരുന്നു 1 - t ആയിരുന്നു. ഇതിവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത എന്താണ് ആ 2 - tക്ക് നമുക്കിതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പോൾ 2 - t കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, നമുക്കൊരു k എന്ന് കൊടുക്കാം. വേറെ dk എന്തെന്ന് വരും, -dt എന്ന് വരും. അപ്പോൾ നമുക്ക് dt ഇവിടെ ഉണ്ടല്ലോ, -dt ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യാം, dk എന്ന് കൊടുക്കാം. പ്ലസ് ആവുത് -dk നമ്മൾ മൊത്തമായിട്ട് എടുത്തുല്ലോ. അപ്പോൾ dk ബൈ dk എന്ന് വരും. ദാറ്റ് ഈസ് എന്താണ് പ്ലസ് log mod k എന്ന് വരും. ആ mod k എന്താണ് 2 - t ആണ് വരിക. അപ്പോൾ എന്ത് വരും, log 2 - t, അതായത് ഇതിപ്പോൾ എന്താണ് log a - log b എന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, log a ബൈ b എന്ന് എഴുതാം. ദാറ്റ് ഈസ് log mod 2 - t ഡിവൈഡഡ് ബൈ 1 - t എന്ന് എഴുതാം. ദാറ്റ് ഈസ് എന്ത് വരും, 2 - sin x ഡിവൈഡ് ബൈ log mod 2 - sin x ഡിവൈഡ് ബൈ 1 - sin x എന്ന് എഴുതാം. പ്ലസ് c എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എത്രയാണ്, ഇതെത്ര 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആ ക്വസ്റ്റ്യൻ കാണാനില്ല കേട്ടോ, അതെന്തിട്ട് വായിക്കാൻ മനസ്സിലാവില്ല. എന്തുട്ടാണ് x² + 1 ഇൻറ്റു x² + 2 ഡിവൈഡ് ബൈ x² + 3 x² + 4. അപ്പോൾ ഇവൻ എന്താണ് നമ്മൾ നേരത്തെ ചെയ്തില്ലേ y കൊടുത്തിട്ട്, അതുപോലെ നമുക്ക് അങ്ങോട്ട് ചെയ്യാം. എന്നാലും ഇത് ശരിയാവില്ല. കാരണം ഇവൻ എന്താണ് എക്സിൻ്റെ ന്യൂമറേറ്ററിലും എക്സിൻ്റെ പവർ 4 ആണ്, ഡിനോമിനേറ്ററിലും എക്സിൻ്റെ പവർ 4 ആണ് വരുന്നത്. ചെയ്ത് നോക്കാം. അപ്പോൾ ഇംപ്രോപ്പർ റേഷണൽ ഫംഗ്ഷൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ പ്രോപ്പർ ആക്കണം നമുക്ക് എന്തായാലും.
അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 എക്സ് സ്ക്വയർ പ്ലസ് 2 ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4. അപ്പോൾ ഇതിനകത്ത് എന്താണ് പുട്ട് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്നാണ് നമുക്കൊരു വൈ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് വൈ പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 2 ഡിവൈഡഡ് ബൈ വൈ പ്ലസ് 3 ഇൻറ്റു വൈ പ്ലസ് 4 ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? വൈ സ്ക്വയർ പ്ലസ് 3y, അതായത് 1y ഈ 2y പ്ലസ് 2 ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും? വൈ സ്ക്വയർ പ്ലസ് ഇവിടെ 3y ആൻഡ് 4y ഇസിക്വൽ ടു എത്രയാണ്? 7y പ്ലസ് 12 എന്ന് വരും. ഇനി നമ്മളെന്താണ് ഫസ്റ്റത്തെ എക്സാമ്പിളിൽ ചെയ്തതുപോലെ ചെയ്യണം. നമുക്ക് എന്താണ് ആ ഡിനോമിനേറ്റർ ഒന്ന് നോക്കി. അവിടെ ആരേനെ ആവശ്യമുള്ളത്? ഒരു 3y മേലെ എടുക്കുന്നുണ്ട്, പിന്നെന്താണ് ഒരു 2 എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഡിനോമിനേറ്റർ പോലെ ന്യൂമറേറ്റർ ആക്കി മാറ്റുക. വൈ സ്ക്വയർ പ്ലസ് 3y എന്നുള്ളിടത്ത് എന്താണ് ഒരു 7y നാക്കുക. ആ 2 എന്നുള്ളിടത്ത് എന്താണ് ഒരു 12 നാക്കുക. അപ്പോൾ നമ്മളിവിടെ ഇപ്പം എന്താണ് ഒരു 10 ആഡ് ചെയ്തു. അപ്പോൾ -10. പിന്നെ ഇപ്പം കൂടാറാണ് ഒരു 4y ആഡ് ചെയ്തിട്ടുണ്ട്, -4y ചെയ്തു. ബൈ എന്താണ് വൈ സ്ക്വയർ പ്ലസ് 7y പ്ലസ് 12 എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ഇതെന്തായി? ഈ ഒരു പീസും എന്താണ് ക്യാൻസൽ ചെയ്ത് കളയാം നമുക്ക്. അപ്പോൾ 1, അപ്പോൾ എങ്ങനെ വരും? 1 ഇത് 1 ആവും. 1 മൈനസ് എന്താണ് 10 പ്ലസ് 4y എന്ന് ഞാൻ എഴുതുകയാണ് കോമൺ ആയിട്ട്, ഡിവൈഡഡ് ബൈ എന്ത് വരും? വൈ സ്ക്വയർ പ്ലസ് 7y പ്ലസ് 12 എന്ന് വരും. ഇപ്പോൾ ഈ ഒരു ഭാഗം എന്തായിട്ടുണ്ട്? പ്രോപ്പർ റേഷണൽ ഫംഗ്ഷൻ്റെ ഫോമിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിൽ അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ 1ൻ്റെ ഇൻ്റഗ്രൽ അറിയാലോ, എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് തൽക്കാലം അതവിടെ നിർത്താം. ഇനി എന്താണ് ഈ ഒരു പീസിനെ നമുക്ക് അങ്ങോട്ട് ചെയ്തു പോകാം. നമുക്ക് എന്താണ് ആ ഒരു 1 അവിടെ ജസ്റ്റ് സൈഡിൽ എഴുതി വെക്കാം. ഇതിലിപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് ചെയ്തു പോകാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളവിടെ എഴുതി വെക്കുന്നത്. അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 10 പ്ലസ് 4y ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? ഇവിടെ വൈ സ്ക്വയർ പ്ലസ് 7y പ്ലസ് 12 ആണ് എടുക്കുന്നത്. അതെന്താണ് ഒരു പോളിനോമിയലാണ്. അപ്പോൾ ഇതിന് തിരിച്ചെന്താണ്? നമുക്ക് നമ്മുടെ പഴയ ഫോമിലേക്ക് തന്നെ എഴുതണം. ഡിനോമിനേറ്ററിൽ ആരെ കിടന്നിരുന്നത്? എക്സ് പ്ലസ് 3, അതായത് എക്സ് പ്ലസ് 3 അല്ല, നമ്മൾ ശരിക്കും എക്സ് സ്ക്വയർ പ്ലസ് 3യും എക്സ് സ്ക്വയർ പ്ലസ് 4 വരുന്നു. നമുക്ക് തൽക്കാലം ഇതിനെന്താണ് വൈ പ്ലസ് 3 വൈ പ്ലസ് 4 എന്ന് എഴുതാം. നമുക്ക് ആ എയും ബിയുടെ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കുന്നവരെ എങ്ങനെ മുന്നോട്ട് പോകാം ഈ വൈ വെച്ചിട്ട്, മനസ്സിലാവുണ്ടോ? അപ്പോൾ 10 പ്ലസ് 4y ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എ ബൈ വൈ പ്ലസ് 3 പ്ലസ് ബി ഡിവൈഡഡ് ബൈ വൈ പ്ലസ് 4 എന്ന് എഴുതാം. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാണ്ട്, ഇവിടെ ഈ ഒരു മൈനസ് ഉണ്ടല്ലോ, ഈ മൈനസ് ഇങ്ങനെ ഇവിടെ കിടന്നോട്ടെ. മൈനസ് അപ്പോൾ മൈനസ് തൽക്കാലം അവിടെ കിടക്കട്ടെ. ആ സാധനത്തിൻ്റെ ഫ്രണ്ടിൽ മൈനസ് കിടന്നോട്ടെ. പിന്നെ എന്താണ്? അല്ലെങ്കിൽ വേണ്ട, ലാസ്റ്റായിട്ട് ഒരുമിച്ച് ആ മൈനസ് ഇട്ട് കൊടുക്കുക. മൈനസ് തൽക്കാലം ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതി. അപ്പോൾ എ ഇൻറ്റു വൈ പ്ലസ് 4 പ്ലസ് ബി ഇൻറ്റു വൈ പ്ലസ് 3 എന്നും കിട്ടും നമുക്ക്. ഈസ് ഈക്വൽ ടു 10 പ്ലസ് 4y ആണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഇതിപ്പോൾ പുട്ട് വൈ ഈസ് ഈക്വൽ ടു -4 എന്ന് കൊടുത്താൽ അത് 0 എന്ന് കിട്ടും. ഇതാകുമ്പോൾ എന്താ? മൈനസ് ബി ഈസ് ഈക്വൽ ടു ഇതെത്രയാണ്? 16. അപ്പോൾ 26 എന്ന് വരും. 26 എന്നല്ല വരിക. എന്താണ് ഇവിടത്തത് മൈനസ് ആവും. അതുപോലെ ഇതിപ്പോൾ എന്താണ്? ഇത് -16 എന്നല്ല വരിക. -4 അല്ലേ നമ്മൾ ഇട്ട് കൊടുത്ത്. -16 ആകുമ്പോൾ എന്ത് വരും? -6 എന്ന് വരും. -6 ഈക്വൽ ടു -b, ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു എന്തെന്നാണ്? 6 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് വേണ്ടത്? നമുക്ക് ബി കിട്ടി, ഇനി എ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്താണ്? വൈ ഈക്വൽ ടു ഈസ് ഈക്വൽ ടു എന്താണ്? -3 എന്ന് പുട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഇത് 0 ആയി പോവും. ഇവിടെ -3 എന്ന് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും നമുക്ക്? ഇതെന്താണ് വരിക? ഈ -16 പകരം ഇവിടെ ആരാവും? 4 × -3 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ -12 എന്ന് വരും. അപ്പോൾ -2 എന്ന് വരും. അപ്പോൾ എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ്? -2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൻ്റ് അല്ലെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ ഫോം എന്തായി? -2 ഡിവൈഡഡ് ബൈ വൈ പ്ലസ് 3 പിന്നെ എന്തുട്ടാണ് 6. അപ്പോൾ ഈ തിരിച്ചെന്താണ്? ഇനി ഈ മൈനസിനെ നമ്മളിവിടെ കൊടുക്കുക. ഈ മൈനസിനെ കൊടുക്കുമ്പോൾ എന്താവും? ഇത് പ്ലസ് ആവും, ഇവൻ മൈനസായി മാറും. അപ്പോൾ 2 ബൈ വൈ പ്ലസ് 3 -6 ഡിവൈഡ് ബൈ വൈ പ്ലസ് 4 എന്നാവും.
ഇനി നമുക്കെന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളെന്താണ് തിരിച്ച് ആ മറ്റേ വാല്യൂ കൊടുക്കണം. കാരണം നമ്മൾ ഡി എക്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോണത്. ഇപ്പോൾ അല്ലെങ്കിൽ ഡി വൈയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മറ്റേ എന്താ വരിക, നമ്മുടെ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഒക്കെ എടുക്കേണ്ടി വരും. സോ നമുക്കെന്താണ് തിരിച്ച് എക്സ് സ്ക്വയർ ഇവിടെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കെന്താ ഇവിടെ എക്സ് സ്ക്വയർ ഇട്ട് കൊടുത്തു. പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ നമുക്ക്, ആ വണ്ണ് പ്ലസ് ആയിപ്പോൾ ഇല്ലേ, അതിൻ്റെ ഇല്ലേ ഉണ്ട്. അപ്പോൾ ഇനി എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ വണ്ണിൻ്റെ ഡെറിവേറ്റീവ് വണ്ണിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ആയി പ്ലസ് പിന്നെന്താണ് ഇവിടെ ഒരു 2 എടുക്കുന്നുണ്ട്. അപ്പോൾ 2നെ നമ്മൾ പുറത്തെടുത്ത് ഇതിപ്പോൾ എന്താണ് എക്സ് പ്ലസ് √3 എന്നാണ് എടുക്കുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനെപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് എഴുതാം. അതായത് √3യുടെ സ്ക്വയർ ആയിട്ട് എഴുതാം. അപ്പോൾ എന്ത് വരും, ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എന്ന് വരും. 1/a, അതായത് 1/a ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ. അപ്പോൾ 1/a എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എ ആരാണ്, √3 ആണ്. അപ്പോൾ 2/√3 ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ √3 എന്ന് വരും. മൈനസ് എന്താണ് 6 ഇൻറ്റു ഇനി നമ്മുടെ ആളാരാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ആരാണ്, അത് 2 സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ എന്താണ് 1/a എന്ന് പറയുമ്പോൾ 6/2 ടാൻ ഇൻവേഴ്സ് എന്താണ് എക്സ് ഡിവൈഡഡ് ബൈ എ എന്ന് പറയുമ്പോൾ എന്താണ് 2 എന്ന് വരും. പ്ലസ് എന്താണ് ഒരു സി എന്ന് വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, എക്സ് പ്ലസ് 2/√3 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ √3 മൈനസ് 6/2. 6/2 വേണ്ട, നമുക്കതിനെ എന്തെന്ന് 3 എന്നാക്കാം. 3 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 2 പ്ലസ് സി എന്ന് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു നമ്മൾ ഓർത്ത് വെക്കണം. ആ എക്സ് സ്ക്വയറിന് വരുമ്പോൾ നിങ്ങൾ എന്താണ് പരമാവധി വൈ വെച്ചിട്ട് എന്തുകൊണ്ടാണ് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോം വരെയുള്ള കാര്യങ്ങൾ വൈ വെച്ചിട്ട്, അതായത് എക്സ് സ്ക്വയറിന് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്നുവെച്ചാൽ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ ഹയർ പവർ വരുമ്പോൾ നമ്മളെന്താണ് ആ സ്ക്വയർ ടേംസിൽ വന്നു കഴിഞ്ഞാൽ അവനക്ക് എന്താണ് സ്ക്വയറിന് വൈ കൊടുത്തിട്ട് അല്ലെങ്കിൽ സിംഗിൾ ഫസ്റ്റ് പവർ കൊടുത്തിട്ട് ഫസ്റ്റ് ഡിഗ്രി കൊടുത്തിട്ട് എന്ത് ചെയ്യണം, പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോം വരെ കൊണ്ടെത്തിക്കുക. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, ആ കിട്ടിയ സാധനത്തിന് വേണം ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകാൻ. അപ്പോൾ അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, 2x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 3 ആണ് വരുന്നത്. ഇതും നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നു. നോക്കാം എന്താണ് 2x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. പക്ഷെ ഇവിടെ മേലെ നമുക്ക് എന്താ എക്സ് സ്ക്വയർ ഒന്നും എടുക്കുന്നില്ല. എക്സ് സ്ക്വയർ പ്ലസ് 1 ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 3. നമുക്ക് എന്താണ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ വൈ എന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ 2x dx ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് വരും, dy എന്ന് വരും. ഇവിടെ എന്തായാലും 2x dx കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെന്താണ് ആദ്യം തന്നെ dy എന്നിട്ട് കൊടുക്കാം. ദെൻ ഇവിടെ y പ്ലസ് 3യും y പ്ലസ് 1 എന്ന് ആക്കി മാറ്റാം. ഇപ്പോൾ ഈ ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റഗ്രൻറ്റിനെ നമുക്ക് എന്താണ് ഇനി പാർഷ്യൽ ഫ്രാക്ഷൻ ഫോമിലേക്ക് വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനെന്ത് വരും, a ബൈ y പ്ലസ് 1 പ്ലസ് ബി ബൈ വൈ പ്ലസ് 3 എന്ന് വരും. ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ദാറ്റ് ഈസ് എ ഇൻറ്റു വൈ പ്ലസ് 3 ഇൻറ്റു ബി ഇൻറ്റു പ്ലസ് ബി ഇൻറ്റു വൈ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ എന്താവും, ഇനി നമുക്കെന്താണ് പുട്ട് y ഈസ് ഈക്വൽ ടു -1. അപ്പോൾ വൈക്ക് -1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 2a ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. വേറെ a ഈസ് ഈക്വൽ ടു 1/2 എന്ന് വരും. ദെൻ അടുത്ത എന്താണ് പുട്ട് y ഈസ് ഈക്വൽ ടു എന്താണ് y ഈസ് ഈക്വൽ ടു എന്താണ് -3 എന്ന് പുട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും, ഇത് 0 ആയി പോവും. ഇവിടെ എന്ത് വരും, -2 b ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ദാറ്റ് ഈസ് b ഈസ് ഈക്വൽ ടു എന്താണ് -1/2 എന്ന് വരും. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൻ്റ് എന്തായി മാറും, 1/2 ഇൻറ്റു 1/y പ്ലസ് 1 -1/2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ y പ്ലസ് 3 എന്നായി മാറും. അപ്പോൾ എന്ത് വരും, ഇയാളുടെ ഇൻ്റഗ്രൽ 1/2 വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും, 1/2 ഇൻറ്റു ലോഗ് y പ്ലസ് 1 മൈനസ് ലോഗ് y പ്ലസ് 3 എന്ന് വരും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ലോഗ് y മോഡ് y പ്ലസ് 1 ഡിവൈഡഡ് ബൈ y പ്ലസ് 3 എന്ന് എഴുതാം പ്ലസ് സി.
ഇനി എന്താണ് നമുക്കെന്താ വൈക്കൊക്കെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ നമ്മളെന്താണ് എക്സ് സ്ക്വയർ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ എക്സ് സ്ക്വയർ അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെന്തായി ലോഗ് എക്സ് സ്ക്വയർ 1/2 ലോഗ് മോഡ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3 എന്ന് വന്നു, പ്ലസ് സി എന്നും കൂടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, 1 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് ടു ദ പവർ 4 മൈനസ് 1 ആണ് വരുന്നത്. ഇതെങ്ങനെ ചെയ്ത് പോകാൻ നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് നമുക്കെന്താണ് ഇതിനൊരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം താഴെ മേലെയും. അപ്പോൾ എന്ത് വരും, അതുപോലെ തന്നെ ആ എക്സ് ടു ദ പവർ 4നെ നമുക്ക് എന്താണ് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് ഞാൻ തൽക്കാലം എഴുതി കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എക്സ് സ്ക്വയറിന് വൈ എന്ന് കൊടുക്കുക. അപ്പോൾ ഈ എക്സ് ഇവിടെ കിടക്കട്ടെ. പിന്നെ ഈ എക്സ് സ്ക്വയർ എന്താ വൈ ആയിട്ടുണ്ട്. പിന്നെ ഈ എക്സ് സ്ക്വയർ എന്താ അത് വൈ സ്ക്വയർ ആവും -1. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ആ വൈ സ്ക്വയർ അല്ല എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്നായിരുന്നു നമ്മൾ വൈ എന്നാണ് കൊടുത്തത്. അപ്പോൾ ഡി വൈ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും 2x dx എന്ന് വരും. ഇതിനെ ഇവിടെ താഴത്തേക്ക് എഴുതാം. അപ്പോൾ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വന്നിട്ടുണ്ട്, നമുക്ക് dy/2 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ dy എന്നിട്ട് കൊടുക്കാം, ഇവിടെ 1/2 എന്നിട്ട് കൊടുക്കാം. ദെൻ എന്താണ് 1/2 നമ്മൾ പുറത്തെഴുതി. ദെൻ 1/y, അതുപോലെ തന്നെ എന്താണ് dy/y സ്ക്വയർ, അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, y മൈനസ് 1 ഇൻറ്റു y പ്ലസ് 1 എന്ന് എഴുതി കൊടുക്കാം തൽക്കാലം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇനിങ്ങനെ എഴുതാം a/y പ്ലസ് b/y മൈനസ് 1 പ്ലസ് c/y പ്ലസ് 1 എന്ന് എഴുതി കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ a ഇൻറ്റു എന്ത് വരും y മൈനസ് 1 ഇൻറ്റു y പ്ലസ് 1 എന്ന് വരും, പ്ലസ് b ഇൻറ്റു എന്തെന്ന് വരും y പ്ലസ് 1 ഇൻറ്റു y എന്ന് വരും, പ്ലസ് c ഇൻറ്റു എന്ത് വരും y ഇൻറ്റു y മൈനസ് 1 എന്ന് വരും, ഈസ് ഈക്വൽ ടു എന്തെന്നാണ് 1 എന്ന് വരും. 1/2 ഓൾറെഡി പുറത്തുണ്ട്. അത് നമുക്ക് എന്താണ് തൽക്കാലം ഇവിടെ എഴുതി വെക്കാം. ഇതിനകത്ത് ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് ആ കോഎഫിഷ്യൻസിൻ്റെ ഒക്കെ വാല്യൂ കണ്ടെത്തണം. അപ്പോൾ y എന്താണ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ 0 ആയി പോകും, ഇവനും 0 ആയി പോകും. അപ്പോൾ ഇവിടെ എന്ത് വരും, നമുക്ക് ആ ബിയുടെ ഒരു ടേം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതെന്താണ്, നമുക്ക് 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2b ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും 1 എന്ന് വരും, വേർ b ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി നമുക്ക്. അടുത്തത് എന്താണ്, പുട്ട് y ഈസ് ഈക്വൽ ടു -1 പുട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇവൻ 0 ആയി പോവും, ഇവൻ 0 ആയി പോവും, ഇവൻ എന്താവും -1 അപ്പം എന്ത് വരും 2 എന്ന് വരും. ആ +2 എന്നായി മാറും. അതായത് 2c ഈസ് ഈക്വൽ ടു 1 എന്നാവും, വേർ c ഈസ് ഈക്വൽ ടു എന്ത് വരും 1/2 എന്ന് കിട്ടും നമുക്ക്. ഇനി എന്താണ്, ഇനി a മാത്രമല്ലേ വേണ്ടുള്ളൂ നമുക്ക്. അപ്പോൾ a കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇവിടെ y പ്ലസും ഇവിടെ മൈനസുമാണ് എടുക്കുന്നത്. ദെൻ നമുക്ക് എന്താണ് പുട്ട് y ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. കാരണം ഇവൻ്റെ കൂടെ y എടുക്കുന്നുണ്ട്, ഇവൻ്റെയും കൂടെ y എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, ഇവരുടെ y ഇല്ല. അപ്പോൾ എന്താ ഒരു ഇവിടെ 0 - 1 എന്ന് പറഞ്ഞാൽ -1 വരും, 0 + 1 എന്നാൽ +1 എന്ന് വരും. ദാറ്റ് ഈസ് -a ഈസ് ഈക്വൽ ടു എന്താണ് 1 എന്ന് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് a ഈസ് ഈക്വൽ ടു എന്താണ് -1 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ എന്തായി, a ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ്, നമ്മൾ a -1 എന്ന് കിട്ടിയല്ലോ. നമ്മൾ എയുടെ താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു -1 ഡിവൈഡഡ് ബൈ y പ്ലസ് b എന്താണ്, b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. 1/2 ആകുമ്പോൾ അവിടെ നമ്മൾ ആരെയും എഴുതിയിട്ടുണ്ടായിരുന്നേ 1 ഡിവൈഡഡ് ബൈ y -1 ആണ്. ദെൻ c എന്താണ്, c 1/2 തന്നെയാണ്. അപ്പോൾ 1/2 ഇൻറ്റു y പ്ലസ് 1 എന്നാണ്. അപ്പോൾ എന്ത് വരും, എല്ലാത്തിൻ്റെയും പുറത്തൊരു 1/2 എടുക്കുന്നുണ്ട്, അതിവിടെ തന്നെ വേണം. അപ്പം എന്ത് വരും, -log y എന്ന് വരും, പ്ലസ് 1/2 ഇൻറ്റു ലോഗ് y -1 എന്ന് വരും, പ്ലസ് 1/2 ഇൻറ്റു ലോഗ് y പ്ലസ് 1 എന്ന് വരും. ആദ്യം നമുക്കെന്താണ്, ഇവർക്ക് രണ്ടാൾക്കും എന്താണ്, ഇവിടെ പുറത്ത് 1/2 ഇങ്ങനെ എഴുതാം. 1/2 ഇൻറ്റു ലോഗ് y -1 ഇൻറ്റു ആരാണ്
y+1 ആണ്. നമുക്ക് അവരെന്നെ എന്ത് എഴുതാം, ലോഗ് a ഇൻറ്റു മീൻസ് ഇതെന്താണ് 1/2 പുറത്ത് എഴുതി ഞാൻ, ഈ 1/2 മായ്ച്ചു. എന്നിട്ട് എന്താ, അപ്പോൾ ലോഗ് y-1 പ്ലസ് ലോഗ് y+1 ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ലോഗ് a+b അല്ല, ലോഗ് ab എന്ന് എഴുതാം. ദാറ്റ് ഈസ് എന്ത് വരും, 1/2 ഇൻറ്റു ലോഗ് മോഡ് y² - 1 എന്ന് വരും. ദെൻ ഇപ്പം എന്തായിട്ടുണ്ട്, ലോഗ് a - b എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിലേക്ക് ആയിട്ടില്ല, ഒരു 1/2 കുറവുണ്ടല്ലോ. നമുക്കിവിടെ എന്താണ്, ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനെ ഒരു 2 കൊണ്ട് ഡിവൈഡും ചെയ്യാം. അപ്പോൾ ഈ സാധനം എന്ത് വരും, ഈ 1/2 എന്നുള്ള സാധനം മൊത്തമായിട്ട് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഈ 2നെ ഞാൻ എന്താണ് ജസ്റ്റ് മായ്ച്ച് കളയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്ന് കിടക്കുന്ന ആ സാധനം എന്തിട്ടാണ്, ലോഗ് മോഡ് y² - 1 -2 ലോഗ് y എന്നുണ്ട്. അതായത് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, a log x നമുക്ക് ലോഗ് x⁴ എന്നുള്ള ഫോമിലേക്ക് എഴുതാമല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് എന്താണ്, ലോഗ് y² എന്ന് ഞാൻ എഴുതുകയാണ്. മനസ്സിലാവുണ്ടോ, ലോഗ് y² എന്ന് എഴുതാൻ പോവുകയാണ്. അപ്പോൾ എന്ത് വരും, ഇത് y² ആയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ലോഗ് എന്താണ്, a - b എന്നുള്ള ഫോമിലേക്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് a/b എന്ന് എഴുതാം, പുറത്തെന്താണ് 1/4 എടുക്കുന്നുണ്ട്, എന്താണ് 1/4 എടുക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ എന്തായിട്ട് വന്നിട്ടുണ്ട്, 1/4 ലോഗ് y² - 1/y² ആയിട്ടുണ്ട്, പ്ലസ് c വരും. ഇനി എന്താണ് നമ്മൾ y² y ആയിട്ട് എടുത്തിട്ടുണ്ട്, ആരെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, x²നെയാണ്. അപ്പോൾ എന്ത് വരും, 1/4 ഇൻറ്റു ലോഗ് x⁴ - 1/x⁴ എന്ന് വന്നിട്ടുണ്ട്, പ്ലസ് c എന്ന് വന്നിട്ടുണ്ട്. ഇതാണെന്ത് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന സാധനം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് നമ്മൾ 19ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താണ് ഇത് കാണാനില്ല, 1/(e⁻x - 1) എന്നാണ് തന്നിട്ടുള്ളത്. നമുക്ക് അവിടെ തന്നെ ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ t⁻x = t എന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. 1/(e⁻x - 1) വേറെ e⁻x = t എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ എന്താ പറയുന്നത്, ഈ 1/(e⁻x - 1) എന്ന് ആണ് നമ്മുടെ എന്ത് വരുന്നിട്ടുള്ളത്, റേഷണൽ ഫംഗ്ഷൻ വന്നിട്ടുള്ളത്. പക്ഷെ ഇങ്ങനൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് e⁻x - 1 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. നമുക്ക് എന്താണ് അവിടെ ഒരു ഏതെങ്കിലും ഒരു വേരിയബിളായി മാറണം ആ e⁻x എന്നുള്ള പൊസിഷനിൽ. സോ നമുക്ക് എന്താണ്, ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് t കൊടുത്തോളാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 1/(t - 1) ഇട്ട് കൊടുക്കുക. അപ്പോൾ t - 1 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്താണ് dx അല്ലേ എടുക്കുന്നത്, അത് നമുക്ക് മാറ്റണം. അപ്പോൾ എന്താണ് dt = എന്തെന്ന് വരും, e⁻x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ, e⁻x തന്നെ വരിക, e⁻x dx വരും. ദെൻ ഈ e⁻x നമുക്ക് എന്ത് ചെയ്യാം, അത് dt-യുടെ താഴെ എഴുതാം, e⁻x = dx. അപ്പോൾ dx = dt/e⁻x എന്നാണ് വന്നിട്ടുള്ളത്. e⁻x നമുക്ക് എന്താണ് അഗെയിൻ t എന്ന് തന്നെ പുട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും, ആ dx എന്നുള്ളിടത്ത് dt/t എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് dt/t എന്താണ് e⁻x - 1 എന്നുള്ളിടത്ത് എന്താണ് t - 1 എന്ന് വരും. ദെൻ ഇനി എന്താണ്, ഇനിയിപ്പോൾ നമുക്ക് എന്തായി 1/(t × t - 1) എന്നായിട്ടുണ്ട്. അപ്പോൾ a/t പ്ലസ് b/t - 1 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1 = a × t - 1 പ്ലസ് b × t എന്ന് എഴുതാം. ദാറ്റ് ഈസ് എന്തായിരിക്കും, t = 0. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, ബിയുടെ ടേം ക്യാൻസലായി പോകും. ഇവിടെ എന്താണ് -a = 1 എന്ന് വരും. അപ്പോൾ a = എന്തെന്നാണ് -1 എന്ന് എഴുതാം. ദെൻ t എന്തെന്ന് എഴുതാം, 1 എന്ന് കൊടുക്കാം. t = 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താവും, ഇത് 0 ആയി പോകും. b = എന്തെന്നാണ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എന്താണ് നമ്മുടെ ഇംപ്രോപ്പർ ഫോം എന്തായി മാറും, എക്ക് -1ഉം ബിക്ക് 1ഉം കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ഇവൻ 1 ആവും, ഇവിടെ -1 ആവും. അപ്പോൾ എന്താണ് -1/t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, -log mod t പ്ലസ് എന്താണ് 1/t - 1 എന്ന് പറഞ്ഞാൽ log mod t - 1 എന്ന് വരും. അപ്പോൾ ഇതിനകത്ത് എന്താണ് t - 1 അതായത് log
എ കിടക്കുന്നുണ്ട്, ഇവിടെ ലോഗ് ബി കിടക്കുന്നുണ്ട്. അപ്പോൾ ലോഗ് എ മൈനസ് ബി എന്നുള്ള ഫോമിലാണ്. അപ്പോൾ ലോഗ് എ ബൈ ബി എന്ന് എഴുതാം. ദാറ്റ് ഈസ് എന്തായിരിക്കും, ലോഗ് മോഡ് ടി മൈനസ് 1 ഡിവൈഡ് ബൈ ടി എന്ന് കൊടുക്കാം, പ്ലസ് സി എന്ന് കൊടുക്കാം. ദെൻ ടിക്ക് എന്താണ് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ദാറ്റ് ഈസ് എന്തായിരിക്കും, ലോഗ് മോഡ് ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ റേസ് ടു എക്സ് എന്ന് വരും, പ്ലസ് സി എന്ന് വരും. ഇതാണ് എന്ത് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ചൂസ് ദി കറക്റ്റ് ആൻസർ ഇൻ ഈച്ച് ഓഫ് ദി എക്സസൈസ് ഓഫ് 22 and 23. അപ്പോൾ എന്താണ് ഇവിടെ 22, 23 പറയുന്ന 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനകത്ത് നിന്ന് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇത് ശ്രദ്ധിച്ചു വെച്ചോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈ ടെക്സ്റ്റിൽ, അതായത് ഈ ഒരു ചാപ്റ്ററിലാണ് കണ്ടുവരുന്നത്. ബാക്കിയുള്ള ചാപ്റ്ററൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും എന്താണ് മിക്കവാറും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ചൂസ് ചെയ്യണ ക്വസ്റ്റ്യൻസ് അപ്പോൾ എന്തായാലും നോക്കി വെക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ എഴുതി പഠിക്കുകയൊക്കെ ചെയ്തോ. അപ്പോൾ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ 1 എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതങ്ങനെ നമുക്ക് എന്താണ് ചെയ്തെന്ന് നോക്കാം. ഇതിൻ്റെ ആൻസർ എന്ത് വരും നോക്കാം. അപ്പോൾ എന്താണ് എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 ആൻഡ് എക്സ് മൈനസ് 2, x divided by x minus 1 and x minus 2, where is a by x minus 1 plus b divided by x minus 2 എന്ന് വന്നിട്ടുണ്ട്. that is a into x minus 2 plus a into x minus 2 plus b into x minus 1 is equal to നമുക്ക് എന്താണ് x എന്ന് കൊടുക്കാം. അപ്പോൾ x equal to എന്താണ്, x is equal to എന്തെന്ന് കൊടുക്കാം, 2 എന്ന് കൊടുക്കാം. 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ 0 ആയി മാറും. ഇവൻ എന്തായി മാറും, ബി ഈസ് ഈക്വൽ ടു എന്തെന്നാണ് 2 എന്ന് കിട്ടും. ശരി, ബി ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം നമുക്ക്, പുട്ട് എക്സ് ഈക്വൽ ടു നമ്മളിവിടെ 2 ഓക്കെ ശരിയാണ്. എക്സ് ഈക്വൽ ടു എന്താണ് 1 എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് ക്യാൻസലായി പോകും. ഇവിടെ എന്ത് വരും, മൈനസ് എ ഈസ് ഈക്വൽ ടു എന്തെന്നാണ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, മൈനസ് 1 എന്ന് വരും. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു 2 ആൻഡ് എ ഈസ് ഈക്വൽ ടു എന്തെന്നായി മൈനസ് 1 എന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് നമ്മുടെ ഈ ഒരു ഫംഗ്ഷനിൽ അത് ഇട്ട് കൊടുക്കാം, ഇംപ്രോപ്പറിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും, മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 ദെൻ 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2, ദാറ്റ് ഈസ് എന്താണ് ലോഗ് മോഡ് എക്സ് മൈനസ് 1 പ്ലസ് 2 ലോഗ് മോഡ് എക്സ് മൈനസ് 2 പ്ലസ് സി എന്ന് വരും. ദാറ്റ് ഈസ് എന്താണ്, ഇതിനെ നമുക്ക് എന്താണ് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഇതെന്താണ് ഈ ഒരു പീസല്ല എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദെൻ ഇപ്പോൾ എന്തായിട്ടുണ്ട്, ലോഗ് എ മൈനസ് ബി എന്നുള്ള ഫോമിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ലോഗ് എക്സ് മൈനസ് ആരായിരുന്നു 2 ഹോൾ സ്ക്വയർ ബൈ എക്സ് മൈനസ് 1 പ്ലസ് സി എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എന്തായിരിക്കും, ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് ആൻസർ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്, ലോഗ് മോഡ് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 പ്ലസ് സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ സെക്ഷനിലത്തെ അവസാനത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ്, ഇൻറ്റഗ്രൽ 1 ബൈ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ്. അപ്പോൾ ഇതെന്താണ്, ഇതിനകത്ത് ചിലപ്പോൾ അങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ടാവില്ല. അവിടെ എന്താണ് 1 ബൈ എക്സ് കൊണ്ടൊരു 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് അതൊന്ന് ചെയ്ത് നോക്കാം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അത് ചൂസ് ചെയ്യാൻ തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ എന്താണ് 1 ബൈ എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 1, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എ ബൈ എക്സ് പ്ലസ് ബി ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. എന്താണ് ഇതിനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, 1 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ഇതിങ്ങനെയല്ല ചെയ്യണ്ടോ, ഇവിടെ പോളിനോമിയലല്ലേ വരുന്നത്. അപ്പോൾ ബി എക്സ് പ്ലസ് സി എന്ന് കൊടുക്കണം. സോ എന്താണ് എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ബി എക്സ് പ്ലസ് സി ഇൻറ്റു എക്സ് എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് വന്നിട്ടുണ്ട്. ഇനി എന്താണ്, ഇപ്പോൾ എക്സ് ഈക്വൽ ടു 0, എക്സിന് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഇത് 0 ആയിപ്പോയി മൊത്തം. ദെൻ ഇതെന്താ, എ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് എന്താണ്, എയുടെ വാല്യൂ എന്താണ് 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് എന്താണ് എ കിട്ടിയിട്ടുണ്ട്. ഇനി ബിയും സിയും കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ എക്സിന് എന്താ കൊടുക്കുക,
എക്സിന് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാനില്ല ഇവിടെ. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനകത്ത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ആയിട്ട് ആരൊക്കെ വരുന്നത്, ബി വരും, എയും വരും. അപ്പോൾ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്നാണ് 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു എന്തെന്നാ -b എന്ന് കിട്ടും. അപ്പോൾ എ 1 ആണെങ്കിൽ ബി എന്താവും, ബി -1 ആവും. ഇനി എന്താണ്, ഇനി നമുക്ക് സി കാണണം. സി എന്ന് പറയുമ്പോൾ എന്ത് വരും, സി എന്ന് പറയുമ്പോൾ ഒരു ബി എക്സ് ഇവിടെ കിടക്കുന്നുണ്ട്, അത് ബി എക്സ് സ്ക്വയറായി മാറും. സി എക്സ് വരും, സി എക്സ് എന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നോക്കുമ്പോൾ എന്താണ്, സി എന്താണ്, സി ഒരു കോൺസ്റ്റൻറ്റും അല്ല. നമുക്കെന്താണ്, ഇതൊരു ഇക്വേഷൻ ആണല്ലോ, ഇതിനകത്ത് ആ എയുടെ ബിയുടെ വില ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, എ എന്താ 1 ആണ്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1 എടുക്കുന്നുണ്ട്. പിന്നെ ബി എന്താ, ബി -1 ആണ്. അപ്പോൾ -x എന്ന് വന്നിട്ടുണ്ട്. -x പ്ലസ് സി ആണുള്ളത്. ആ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -x സ്ക്വയർ ആകും. ഇവിടെ സി എക്സ് ആവും ഈക്വൽ ടു 1 ആവും. ഇതും ക്യാൻസലായി പോവും. ഇനി എന്താ എടുക്കണം, ഇവിടെ ഒരു 1 എടുക്കുന്നുണ്ട്, ഇവിടെയും ഒരു 1 എടുക്കുന്നുണ്ട്. ഈ 1 അങ്ങോട്ട് പോയാൽ 0 ആവും. സി എക്സ് ഈക്വൽ ടു എന്തെന്നാണ് 0 എന്ന് കിട്ടിയിട്ടുണ്ട്. വേറെ സി ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും, അതിനകത്തുനിന്ന് 0 എന്ന് കിട്ടും. സിയും എക്സും 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ്, അതിനകത്തുനിന്ന് സിയും 0 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സി 0 ആണ്. ദാറ്റ് ഈസ് ബി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. അതായത് ബി എന്താ -1 ആണ്, -1. എ എന്താണ് 1 ആണ്. അപ്പോൾ 1/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, log x. ഞാൻ അങ്ങനെ ജസ്റ്റ് ഡയറക്റ്റ് ചെയ്ത് പോവാണ് മൈനസ്. ഇനി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കൊടുക്കാം, കെ എന്ന് കൊടുക്കാം. വേറെ ഡി കെ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, ഡി കെ ഈസ് ഈക്വൽ ടു 2x dx എന്ന് വരും. ഇവിടെ എക്സ് ഡി എക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഡി കെ ബൈ 2. അപ്പോൾ എന്ത് വരും, 1/2 ഇൻറ്റു ഡി കെ ബൈ കെ എന്ന് പറയുമ്പോൾ ലോഗ് കെ എന്ന് വരും. ലോഗ് കെ എന്ന് പറയുമ്പോൾ എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, ലോഗ് മോഡ് എക്സ് മൈനസ് 1/2 ഇൻറ്റു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ആൻസർ നമുക്ക് എന്താണ് ഇവിടെ എന്തെന്നാണ്, ലോഗ് മോഡ് എക്സ് മൈനസ് 1/2 ഇൻറ്റു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് എന്ത് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് 23 ക്വസ്റ്റ്യൻസാണ് ഈ ഒരു സെക്ഷൻ എന്താണ് ഈ 7.5 ഉണ്ടായിരുന്നത്. അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് അപ്പോൾ നമുക്ക് മറ്റു വീഡിയോസിലേക്ക് കവർ ചെയ്യാവുന്നതാണ്, വാറ്റ് എക്സസൈസൊക്കെ. അപ്പോൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കാണുക. അതുപോലെ നിങ്ങളുടെ പ്രോബ്ലംസൊക്കെ ചെയ്ത് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കത് അയച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്.